ഹായ് അസ്സാം വലൈക്കും. പുന്നാരക്കൽബികളെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ നോമ്പ് തുറ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നോമ്പ് തുറന്നിട്ട് നമ്മൾ നേരെ ഇന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കിവി ലൈം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഓറഞ്ച് ആപ്പിൾ ഈത്തപ്പഴം, അതുപോലെ പിന്നെ കുറച്ച് സംഭവങ്ങൾ സൗദി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ സലാഡും അങ്ങനെയുള്ള ഐറ്റംസ്, റൈസുണ്ട്, ചിക്കനുണ്ട്, പിന്നെ മുട്ട വെച്ചിട്ട് എന്തോ ഒരു ഐറ്റം ഉണ്ട്. അങ്ങനെ ഇതൊന്നും പക്ഷേ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാൻ അതിന് മുമ്പ് ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇടിയപ്പവും ചിക്കൻ കറിയും ബീഫ് കറിയും കൂടെ മേടിക്കാമെന്ന്. അപ്പം നമ്മൾ നോമ്പ് തുറന്ന് നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഒക്കെ പോയി അത് മേടിച്ചിട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ലുലുവിലാണേ. പെരുന്നാൾ പർച്ചേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നല്ല തിരക്കായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും അതിനകത്തുള്ളത് എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞു തന്നെ നമ്മൾ ആ ഒരു ഗാർമെൻറ്റ് സെക്ഷനിലെ കാര്യങ്ങളൊക്കെ സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങ് പുറത്തിറങ്ങി. മോക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. മോക്ക് ഷവർമയും വാങ്ങിച്ച്, സ്പൈസിയും നോർമലും ബ്രോസ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ച് ഇതൊന്ന്, അതായത് നമ്മൾ ഈ ഇടിയപ്പം ഇതൊക്കെ കഴിച്ചിട്ട് പോയപ്പോൾ തന്നെ വയറ് അങ്ങ് നിറഞ്ഞായിരുന്നു. അത്രയ്ക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പുറത്ത് അത്രയും ടൈം നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വേറൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അവിടെ ക്ലോസ് ചെയ്യുന്നതിന് കുറച്ച് മുന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ മോക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അതിനകത്തോട്ട് തന്നെ പോവുകയാണ്. കാരണം ഇനിയും കുറേ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ എടുത്ത് വെച്ചത് തിരക്ക് കാരണമായിരിക്കും അവരെടുത്ത് വെച്ചതെന്ന് പറഞ്ഞാൽ മിക്സഡ് ആയിപ്പോയി. സ്പൈസിയും കിട്ടി, നോർമലും കിട്ടി എന്നുള്ളൊരവസ്ഥയായിപ്പോയായിരുന്നു. ഞാൻ സ്പൈസി മാത്രമാണ് പറഞ്ഞതായിരുന്നത്, പക്ഷേ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കിട്ടിയത്. പക്ഷേ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് വന്നില്ല എന്ന് ഇക്കാടൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.